ഉത്തരേന്ത്യയിലെ കർഷക സംഘടനകൾ നടത്തുന്ന ദില്ലി ചലോ മാർച്ചിനെ നേരിടുവാൻ ഡൽഹിയിൽ 1 മാസത്തെ നിരോധനാജ്ഞ ഏർപ്പെടുത്തി സർക്കാർ. നഗരാതിർത്തികളിൽ വൻ സുരക്ഷാ സന്നാഹം. 100 കണക്കിന് അർദ്ധ സൈനികരെയും പോലീസിനെയുമാണ് നഗരത്തിൽ വിന്യസിച്ചിരിക്കുന്നത്. പുറമെ ഡ്രോൺ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാഹന പരിശോധന കർശനമാക്കിയതോടെ രാവിലെ മുതൽ ഗതാഗത കുരുക്കിലാണ് ഡൽഹി നഗരം. സമരക്കാരെ നേരിടുന്നതിന് മുന്നോടിയായി ഡൽഹി മെട്രോ റെയിൽവേയുടെ ഗേറ്റുകൾ അടയ്ക്കുകയും പഞ്ചാബ് ഹരിയാന അതിർത്തി പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഡൽഹിയുടെ അതിർത്തി പ്രദേശങ്ങളായ തിക്രു, സിംഘു, ഗാസിപൂർ, ബദൽപൂർ എന്നിവിടങ്ങളിൽ വൻ പോലീസ് സന്നാഹമാണ് നിലയുറച്ചിരിക്കുന്നത്. 2000-ലധികം ട്രാക്ടറുകളിൽ 25,000-ഓളം കർഷകരാണ് ഡൽഹിയിലെത്തുന്നത്. ഇവരെ തടയുവാനായി ഡൽഹി അതിർത്തിയിൽ കോൺക്രീറ്റ് സ്ലാബും മുള്ളുവേലികളും പോലീസ് സ്ഥാപിച്ചിട്ടുണ്ട്. 3 വർഷം മുമ്പ് കർഷക സംഘടനകൾ നടത്തിയ സമരം സംഘർഷഭരിതമായിരുന്നു. ആയിരക്കണക്കിന് സമരക്കാർക്ക് മുന്നിൽ ഡൽഹി പോലീസ് വലഞ്ഞുപോയി. കഴിഞ്ഞ തവണത്തെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭക്ഷണവും വസ്ത്രങ്ങളും ടെന്റുകളും അടക്കം 6 മാസത്തേക്കുള്ള തയ്യാറെടുപ്പുകളോടെയാണ് സമരക്കാർ ഇത്തവണ ഡൽഹിയിലെത്തുന്നത്. ഹരിയാനയിൽ സമരക്കാർ സംഘടിക്കാതിരിക്കുവാൻ 7 ജില്ലകളിലെ ഇന്റർനെറ്റ് സംവിധാനം പോലീസ് വിച്ഛേദിച്ചിരിക്കുകയാണ്. ഡൽഹി നഗരത്തിൽ കടന്ന് കർഷകർ സംഘടിക്കുന്നത് തടയുവാനും സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. താങ്ങുവില, വിള ഇൻഷുറൻസ് എന്നിവ ലഭ്യമാക്കണമെന്നും കർഷകർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രക്ഷോഭം. 150ഓളം സംഘടനകളുടെ കൂട്ടായ്മയായ കിസാൻ മോർച്ചയും കിസാൻ മസ്ദൂർ മോർച്ചയും സംയുക്തമായാണ് പ്രക്ഷോഭം നടത്തുന്നത്. കേന്ദ്രമന്ത്രി അർജുൻ മുണ്ടയുമായി ഇന്നലെ രാത്രി കർഷക നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും മന്ത്രിയുടെ അനുനയത്തിന് നേതാക്കൾ വഴങ്ങിയിട്ടില്ല. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുക, വില നിർണയത്തിൽ MS സ്വാമിനാഥൻ കമ്മിറ്റി നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിക്കുക തുടങ്ങിയവയാണ് സമരക്കാരുടെ മുഖ്യ ആവശ്യങ്ങൾ. എന്നാൽ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് കർഷകർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്താമെന്ന മന്ത്രിയുടെ ഉറപ്പിന് വ്യക്തതയില്ലെന്ന് അറിയിച്ച നേതാക്കൾ സമരത്തിൽ നിന്ന് പിന്നോട്ടു പോകുവാൻ തയ്യാറായില്ല. അതോടൊപ്പം സമരത്തിന് പിന്തുണ നൽകാത്ത കോൺഗ്രസിനെതിരെയും ഇവർ രൂക്ഷ വിമർശനം ഉയർത്തി. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടിത സമരമായിരുന്നു 2020 നവംബർ 26-ന് ഡൽഹിയിൽ അരങ്ങേറിയത്. ഇതിന് സമാനമായ മറ്റൊരു സമരമുണ്ടായാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മോഡിക്ക് ഇപ്പോഴുള്ള തിളങ്ങുന്ന ഇമേജിന് കളങ്കമേൽക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ചിട്ടുള്ള പോരാട്ടത്തിലാണ് സമരക്കാരും സർക്കാരും.